Good morning. Good morning. Good morning. Good morning. Okay, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ആയി ആംബുലൻസ് സർവീസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, എന്തായിരുന്നു ആംബുലൻസ് എന്ന് പറഞ്ഞാല് ആർക്ക് പറയാൻ പറ്റും? ആംബുലൻസ് എന്താണ്? എന്തായിരുന്നു ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞത്? Medically arranged vehicle. മെഡിക്കൽ അറേഞ്ച്ഡ് വെഹിക്കിൾ ആണ് ആംബുലൻസ്. ഓക്കെ, ഇനി പിന്നെന്തൊക്കെയാ പഠിച്ചത് നമ്മള്? Out of hospital medical care is given the patient during the transport. Ambulance Latin word ന്റെ അതിൽ നിന്ന് ആംബുലാർ എന്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്? ആംബുലാർ ആംബുലയർ നിന്നാണ് വന്നത്. പിന്നെ മീനിങ് എന്തായിരുന്നു? This meaning walk or move about. ഇനി എത്ര തരത്തിലുള്ള ആംബുലൻസ് സർവീസ് ഉണ്ട്? ഗോയിങ് ആംബുലൻസ് ഉണ്ടായിരുന്നു, പിന്നെ എയർ ഗോയിങ് ആംബുലൻസ് ഉണ്ട്, പിന്നെ വാട്ടർ ഗോയിങ് ആംബുലൻസ് ഉണ്ട്. വാട്ടർ ഗോയിങ് ആംബുലൻസ് എക്സാമ്പിൾസ് ഒക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നമ്മൾ പഠിച്ചത് ഫങ്ഷണൽ ടൈപ്സ് ആയിരുന്നു. ഏതൊക്കെയായിരുന്നു? ഒരു 7 എണ്ണം നമ്മൾ പഠിച്ചല്ലേ. ഏതൊക്കെയായിരുന്നു പഠിച്ചത്? എമർജൻസി ആംബുലൻസ്, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്, ആംബുലൻസ് ബസ്, ചാരിറ്റി ആംബുലൻസ്, പീഡിയാട്രിക് ആംബുലൻസ്, റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്, സൈക്കാട്രിക് ആംബുലൻസ്. ഇനി ചാരിറ്റി ആംബുലൻസ് എന്തായിരുന്നു? ചാരിറ്റി ആംബുലൻസ് സേവനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യൻസിനെ, കിടപ്പ് രോഗികളെ വീട്ടിൽ പോയി ചികിത്സിക്കാനും കൊണ്ടുവരാനും ഒക്കെ ആയിട്ട്. പിന്നെ ഒരു ദിവസം ഇപ്പോൾ ബെഡിൽ കിടക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ദിവസം അവരെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട ഒരു മാനസികമായും ശാരീരികമായും അവർക്കൊരു ഹാപ്പിനെസ് കൊടുക്കുക. അതിനുവേണ്ടി ചെയ്യുന്നതാണ് ചാരിറ്റി ആംബുലൻസ്. പീഡിയാട്രിക് ആംബുലൻസ് എന്തായിരുന്നു? ഓവർ വെയിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ. ഇത്രയും ഭാഗങ്ങളാണ് നമ്മളന്ന് നോക്കിയത് അല്ലെ. ഇനി നെക്സ്റ്റ് പോർഷൻസ് നോക്കാം. നെക്സ്റ്റ് ആണ് ടൈപ്പ് ഓഫ് റോഡ് ആംബുലൻസ് ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ. നമ്മുടെ കെയറിന്റെ അടിസ്ഥാനത്തില് ആംബുലൻസിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് എ, ടൈപ്പ് ബി ആൻഡ് ടൈപ്പ് സി ആൻഡ് ടൈപ്പ് ഡി. രീതിയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ടൈപ്പ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ ആണ് കേട്ടോ. ടൈപ്പ് എ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ടൈപ്പ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ട് ഒരു എമർജൻസി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന അങ്ങനെയുള്ള ആംബുലൻസ് ആണ് ഈ ടൈപ്പ് എ കേട്ടോ. സാധാരണയായിട്ട് റോഡ് ഗോയിങ് ആംബുലൻസ് ഉണ്ടാവില്ലേ, അതിനെ തന്നെ പറയുന്നതാണ് ടൈപ്പ് എ എന്ന്. ഒരു എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന റോഡ് ഗോയിങ് ആംബുലൻസ് ആണ് ടൈപ്പ് എ ആംബുലൻസ്. ഓക്കെ, നോക്കിക്കോളൂ. ഫോംഡ് ആസ് പെർ CMVR ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. CMVR സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾസ്. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾസിന്റെ കീഴിൽ വരുന്നതാണ് ടൈപ്പ് എ ആംബുലൻസ് എന്ന് പറയുന്നത്. Not able to carry patients who are lying horizontally
with face and torso facing. ഇപ്പൊ torso facing എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഹെഡ് ഇഞ്ചുറി സംഭവിക്കാം, അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിക്കുമ്പോ കൈക്കോ കാലിനൊക്കെ പൊട്ടല് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ അനക്കാതെയൊക്കെ നമ്മൾ കൊണ്ടുപോകണോ അല്ലെ? ഇല്ലേ? അപ്പൊ അങ്ങനെ അനക്കാതെ കൊണ്ടുപോവാ. അതുപോലെ തന്നെ ആക്സിഡന്റ് കേസിലൊക്കെ ഹെഡ് ഇഞ്ചുറി സംഭവിക്കുമ്പോ അവര് എന്താണ് നേരെ കിടത്തണോ അല്ലെ? നമ്മുടെ എന്താണ് മുഖം തിരശ്ചീനമായിട്ട് ഇങ്ങനെ മുകളിലേക്ക് നമ്മൾ കിടത്തണം. അവിടെ തട്ടാതെ അനക്കാതെയൊക്കെ കൊണ്ടുപോകണം. അങ്ങനെയുള്ള പേഷ്യൻസിനെ ഈ ടൈപ്പ് എ ആംബുലൻസിൽ കൊണ്ടുപോകില്ല. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. Not able to carry patients who are lying horizontally with the face or torso facing up. ഇപ്പോ എല്ല് പൊട്ടലോ തട്ടലോ അല്ലെങ്കിൽ ഇപ്പോ ഹെഡ് ഇഞ്ചുറി സംഭവിച്ച പേഷ്യൻസിനെയൊക്കെ ആണെങ്കിൽ ഈ ആംബുലൻസിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. തേർഡ് പോയിന്റ് നോക്കിക്കോളൂ കേട്ടോ. Not to avail medical facility inside the vehicle. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത്തരത്തിലുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകില്ല എന്ന് പറയുന്നതിനുള്ള കാരണം എന്താണ്? Not to avail medical facility inside the vehicle. അവർക്ക് കൊടുക്കാനുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് എവിടെ ഉണ്ടാവില്ല? ആംബുലൻസിന്റെ ഉള്ളില് ഉണ്ടാവില്ല. മനസ്സിലായോ? ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും, പക്ഷെ അവർക്ക് കൊടുക്കാനുള്ള അതർ ഫെസിലിറ്റീസ് ഇപ്പോ ഓക്സിജൻ സിലിണ്ടേഴ്സോ അല്ലെങ്കിൽ BP അപ്പാരറ്റസ് അല്ലെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഈ വാഹനത്തിന്റെ അകത്ത് ഉണ്ടാവാത്ത കാരണമാണ് ഇതിലുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല എന്ന് പറയാനായിട്ടുള്ള കാരണം. ക്ലിയർ ആയില്ലേ? ടൈപ്പ് എ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോ സാധാരണയായിട്ട് ആളുകളെ കൊണ്ടുപോകുന്ന സാധാരണയായിട്ടുള്ള ഒരു റോഡ് ഗോയിങ് ആംബുലൻസ് ആണ് ടൈപ്പ് എ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിന്റെ കീഴിൽ വരുന്നതാണ് ടൈപ്പ് എ ആംബുലൻസ് എന്ന് പറയുന്നത്. ടോർസോ ഫേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്താണ് മലർന്നു കിടക്കുന്ന ആളുകളാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോ ഹെഡ് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചരിഞ്ഞോ അല്ലെങ്കിൽ തിരിഞ്ഞോ ഒന്നും കിടക്കാൻ പറ്റില്ല, നേരെ തന്നെ കിടക്കണം അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ എല്ല് തട്ടലോ പൊട്ടലോ മുട്ടലൊക്കെ ഉണ്ടെങ്കിൽ എല്ലുമായിട്ട് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ എല്ലൊടിയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ ഈ വാഹനത്തിൽ ഈ ആംബുലൻസിൽ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. എന്താ കാരണം? അതിനുള്ള ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഈ വാഹനത്തിന്റെ ഉള്ളില് ഇല്ല എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് CMVR പഠിക്കാം കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, ചോദിക്കാറുണ്ട് കേട്ടോ CMVR. ഇനി നെക്സ്റ്റ് ആണ് ടൈപ്പ് ബി. ടൈപ്പ് ബി, patient transport vehicle, normally crewed by staff with a lesser qualification than the crew of an emergency ambulance. Normally crewed by staff with a lesser qualifications than the crew of emergency ambulance. നേരത്തെ പറഞ്ഞില്ലേ എമർജൻസി ആംബുലൻസ് ആണ് റോഡ് ഗോയിങ് ആംബുലൻസ് ആണെന്നൊക്കെ പറഞ്ഞല്ലേ. ഏതിനെയാണ് നമ്മൾ പറഞ്ഞത്? ഏത് ടൈപ്പിനെയാണ് നമ്മൾ പറഞ്ഞത്? സാധാരണയായിട്ട് എമർജൻസി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഏത് ടൈപ്പ് ആംബുലൻസ് ആണ്? ടൈപ്പ് എ ആംബുലൻസ് ആണെന്ന് പറഞ്ഞല്ലേ, പറഞ്ഞോ? ഇനി അതുപോലെയുള്ള അവിടെയുള്ള സ്റ്റാഫിന്റെ ക്വാളിഫിക്കേഷൻ അതിനെക്കാട്ടിലും ലെസർ ക്വാളിഫിക്കേഷൻ ആയിരിക്കും ആർക്കുണ്ടാകുന്നത്? ടൈപ്പ് ബി ആംബുലൻസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിന് ഉണ്ടാകുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, മനസ്സിലായോ ഫസ്റ്റ് പോയിന്റ്? ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ടൈപ്പ് ബിയില് വർക്ക് ചെയ്യുന്ന ഡ്രൈവേഴ്സിനായാലും അവിടെയുള്ള എന്താണ് വർക്കേഴ്സിനായാലും ഓക്കെ, ഡ്രൈവേഴ്സ് ഒക്കെ എന്താണ് ആ ഡ്രൈവർ ജോലി മാത്രമാണല്ലേ അദ്ദേഹം ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള അവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ടൈപ്പ് എ ആംബുലൻസിനെക്കാട്ടിലും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെക്കാട്ടിലും ലെസർ ക്വാളിഫിക്കേഷൻ ആയിരിക്കും ടൈപ്പ് ബിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിന് ഉണ്ടാകുന്നത്. ക്ലിയർ ആയില്ലേ? ആംബുലൻസ് ക്രൂവിന് കേട്ടോ. അതുപോലെ തന്നെ എന്താണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡ്യൂട്ടി ഓഫ്
transporting patient to, from or between place of medical treatment such as hospital. എന്തായിരിക്കാം? ഇത് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ നമ്മള്? ഡ്യൂട്ടി. അവിടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് അവിടെ? ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിംഗ് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്ന ഡ്യൂട്ടി മാത്രമാണ് ടൈപ്പ് ബി ആംബുലൻസ് ചെയ്യുന്നത് അല്ലേ? എക്സാമ്പിൾ പറയാൻ പറ്റുമോ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫങ്ഷണൽ ടൈപ്പില് പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഓർക്കുന്നുണ്ടോ? മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എക്സാമ്പിൾ സഹിതം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത്. ഏതാ നമ്മൾ പഠിച്ചത്? ബസ്സാണോ? ആംബുലൻസ് ബസ്സാണോ? ആംബുലൻസ് ബസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഡയാലിസിസ്. നിങ്ങൾ പഠിക്കുന്നില്ലേ? ഓർക്കുന്നില്ലേ നിങ്ങള്? നോക്കിയേ, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഡയാലിസിസ് സെന്റേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്? ഓർക്കുന്നുണ്ടല്ലേ? ഓക്കെ. എന്താണ്? പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ആംബുലൻസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഡയാലിസിസ് സെന്റേഴ്സ് പേഷ്യൻസിനെ വീട്ടിൽ നിന്നും ഡയാലിസിസിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു അല്ലെ? നോൺ അർജന്റ് കെയർ ആണ് ഇവിടെ കൊടുക്കുന്നത് അല്ലെ? അങ്ങനെയുള്ള ആംബുലൻസ് ആണ്. അതുപോലെ തന്നെ സെയിം കാര്യങ്ങളാണ് ഇവിടെ ടൈപ്പ് ബിയിൽ പറയുന്നത്. എന്താണ് അഖില പറയുന്നത്? ഓക്കെ, ടൈപ്പ് ബി. ടൈപ്പ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിള്, പേഷ്യൻസിനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുക എന്ന ഡ്യൂട്ടി മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എക്സാമ്പിൾ അവിടെ പറയുന്നത് എന്താണ്? ഡയാലിസിസ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോ ഈ ടൈപ്പ് ബിയിൽ പറയുന്നത് നമ്മുടെ ടൈപ്പ് എ ക്രൂവിനെക്കാട്ടിലും, ടൈപ്പ് എ ആംബുലൻസിന്റെ ക്രൂവിനെക്കാട്ടിലും ലെസ്സർ ക്വാളിഫിക്കേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ടൈപ്പ് ബി എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുക മാത്രം എന്ന ഡ്യൂട്ടിയാണ് അവർ ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓക്കെ, അവിടെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കാം, പെട്ടെന്ന് തന്നെ ക്യാച്ച് ആവും. ഡയാലിസിസ് കേട്ടോ. ഇനി ടൈപ്പ് എയും ടൈപ്പ് ബിയും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇനി രണ്ടെണ്ണം ബാക്കിയുള്ളത് പറയുമ്പോ ഡിഫിക്കൽട്ട് ആവരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കാം. ക്ലിയർ ആയോ? ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, ഇനി ടൈപ്പ് സി ആംബുലൻസ് നോക്കിയേ. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അപ്പോ ടൈപ്പ് സി എന്ന് പറഞ്ഞാൽ ബേസിക് ലൈഫ് സപ്പോർട്ട് ആണ് അവിടെ പേഷ്യൻസിന് നൽകുന്നത് കേട്ടോ. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ് ടൈപ്പ് സി എന്ന് പറയുന്നത്. A vehicle designed for efficiency and comfort in the working environment, suitably equipped and suitably staffed for the transport and treatment of patients requiring non-invasive airway management or basic monitoring. അപ്പൊ എന്താണ് അവിടെ പറയുന്നത്? അവിടെ പേഷ്യൻസിനെ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടും അതുപോലെ നല്ല രീതിയിലുള്ള ഒരു കംഫർട്ട് ആയിട്ടും കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ആംബുലൻസിൽ എന്തൊക്കെ ഉണ്ടാവും? എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും അല്ലെ? അതുപോലെ തന്നെ അവർക്ക് അത് നല്ല രീതിയിലുള്ള ട്രെയിനിങ് ലഭിച്ച സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാഫുകളും
അവിടെ ഉണ്ടാവും. ആംബുലൻസിൽ ഉണ്ടാകുന്നുണ്ട്. അവർക്ക് പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ അവരെ നല്ലൊരു കംഫർട്ട് ആക്കുന്നതിനും എഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും അതുപോലെ തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള യോജിച്ചതായിട്ടുള്ള ട്രെയിനിങ് ലഭിച്ച എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റാഫുകളും എവിടെ ഉണ്ടാവും? ആ ആംബുലൻസിൽ ഉണ്ടാകുന്നുണ്ട്. ഇനി അവിടെ കൊടുക്കുന്ന കെയർ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള മോണിറ്ററിംഗ് ആണ് അല്ലെ. അതുപോലെ തന്നെ നോൺ ഇൻവാസീവ് എയർവേ മാനേജ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് നോൺ ഇൻവാസീവ് എന്ന് പറഞ്ഞാല്? ഏതെങ്കിലും ചാപ്റ്ററിൽ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ നിങ്ങള്? നോൺ ഇൻവാസീവ് ആരും പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെ? എനിക്ക് ഓർമ്മയുണ്ട്. മുറിവില്ലാത്ത അല്ലെ, മുറിവുണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് ആണ് അല്ലെ അവിടെ കൊടുക്കുന്നത്. എയർവേ മാനേജ്മെന്റ് ആണ്. ഓക്കെ, ഏത് ചാപ്റ്ററിലാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? അത് ഓർമ്മയുണ്ടോ? ഇല്ല, ഓർമ്മയില്ല ആർക്കും? ഓപ്പറേഷൻ തിയേറ്റർ. ഓ, വെരി ഗുഡ്. പിന്നെ റേഡിയോളജി. റേഡിയോളജിയിൽ പഠിച്ചിട്ടുണ്ട്, ഓപ്പറേഷൻ തിയേറ്ററിൽ പഠിച്ചിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ചാപ്റ്റർ പറയാനുണ്ടെങ്കിൽ ആരെങ്കിലും? ഇല്ല. ഞാൻ പഠിപ്പിച്ചത് ഏത് ചാപ്റ്ററിലാണ്? ഡയാലിസിസില്. ഓക്കെ, മിസ് പഠിപ്പിച്ചത് ഏത് ചാപ്റ്ററിലാണ്? ഓപ്പറേഷൻ തിയേറ്ററും ഡയാലിസിസും നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ഏത് ചാപ്റ്ററാണ് പഠിപ്പിച്ചിരിക്കുന്നത്? ഏതാണ് പറഞ്ഞില്ലേ? റേഡിയോളജി. ഓർക്കുന്നില്ലേ പഠിപ്പിച്ചത്? റേഡിയോളജിയിൽ പറയുന്നുണ്ടാ നോൺ ഇൻവാസീവ് അല്ലെങ്കിൽ ഇൻവാസീവ് പ്രൊസീജിയർ ആണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനകത്ത് മറിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോ റേഡിയോളജിയിലാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് കേട്ടോ, മിസ് പഠിപ്പിച്ച ചാപ്റ്ററിൽ. ഓക്കെ, MRI. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ എന്താണ് ഇവിടെ കൊടുക്കുന്നത്? ഈ ആംബുലൻസില് നോൺ ഇൻവാസീവ് ഇപ്പൊ പേഷ്യൻസിനെ വല്ല കൊണ്ടുപോകുന്ന സമയത്ത്, ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? നോൺ ഇൻവാസീവ് എയർവേ മാനേജ്മെന്റ് ആണ് നൽകുന്നത്. അപ്പോ അവിടെ എന്തൊക്കെ ഉണ്ടാവും? ഇപ്പോ നോക്കിയേ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. It is arranged with life support equipments like oxygen cylinders, BP monitor and stethoscope. അപ്പൊ ഇങ്ങനെയുള്ള ഈ എക്യുപ്മെന്റ്സുകൾ എവിടെ ഉണ്ടാവും? ഈ വാഹനത്തിന്റെ ഉള്ളില് ഉണ്ടാകും. അപ്പൊ കൊണ്ടുപോകുന്ന സമയത്ത്, പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന സമയത്ത് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇവയുടെയൊക്കെ സഹായത്താല് ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടാകും അല്ലെ. ഇവയുടെ സഹായത്താല് അവർക്ക് നല്ല രീതിയിലുള്ളൊരു എയർവേ പാസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? അപ്പോ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രം മനസ്സിലാക്കാം. നോൺ ഇൻവാസീവ് എയർവേ മാനേജ്മെന്റ് അല്ലെങ്കിൽ ബേസിക് മോണിറ്ററിംഗ് ആണ് അവിടെ നൽകുന്നത്. ക്ലിയർ ആയോ? അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ആണ് നെക്സ്റ്റ് പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഓക്സിജൻ സിലിണ്ടേഴ്സ്, BP മോണിറ്റേഴ്സ്, അതുപോലെ തന്നെ സ്റ്റെതസ്കോപ്പുകൾ വാഹനത്തിന്റെ ഉള്ളിൽ അവൈലബിൾ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്, ബേസിക് മോണിറ്ററിംഗ് ആണ് അവിടെ കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് ടൈപ്പ് D, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഓൾസോ നോൺ ആസ് കാർഡിയാക് കെയർ ആംബുലൻസ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്പ് D ആംബുലൻസ്, അതിന്റെ പേര് എഴുതാനായിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ അഡ്വാൻസ് ലെവൽസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിന്റെ അനദർ നെയിം ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, മാർക്ക് കളയരുത്, അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കണം. ടൈപ്പ് D ആംബുലൻസിലെ
കാർഡിയാക് കെയർ ആംബുലൻസ് എന്ന് കൂടിയും പറയുന്നുണ്ട്. അഡ്വാൻസ് ആയിട്ടുള്ള ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ് പറയുന്നത് കേട്ടോ, ടൈപ്പ് ഡി എന്ന് പറഞ്ഞാൽ. ഓക്കെ, എ വെഹിക്കിൾ ഡിസൈനഡ് എർഗണോമിക്കലി equipped and suitable staff for the transport and treatment of patients requiring invasive airway management or intensive monitoring. Underline ചെയ്ത് വെച്ചേ, അവിടെ എന്ത് മാനേജ്മെന്റ് ആണ് കൊടുക്കുന്നത്? ഇൻവാസീവ് എയർവേ മാനേജ്മെന്റും അതുപോലെ ഇന്റൻസീവ് മോണിറ്ററിങ്ങും. ഇനി നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കാർഡിയാക് കെയർ ആംബുലൻസ് എന്നല്ലേ. അപ്പൊ ഏത് രോഗവുമായിട്ട് അല്ലെങ്കിൽ ഏത് അസുഖവുമായിട്ട് വരുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ ഈ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത്? ഹാർട്ടുമായിട്ടല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഇന്റൻസീവ് എയർവേയും ഇന്റൻസീവ് മോണിറ്ററിങ്ങും ഇൻവാസീവ് എയർവേ മാനേജ്മെന്റ് ആണല്ലേ കൊടുക്കുന്നത്. ഓക്കെ, ഇന്റൻസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തീവ്രമായിട്ടുള്ള ഒരു മോണിറ്ററിങ് നമ്മൾ നൽകേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. ഇങ്ങനെയുള്ള പേഷ്യൻസ് നമ്മുടെ ആംബുലൻസിൽ വരുമ്പോ ഓക്കെ ഐസിയുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, അപ്പോ നമ്മള് ഇന്റൻസീവ് മോണിറ്ററിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തീവ്ര പരിചരണം കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള പേഷ്യൻസിന്, ഹാർട്ട് റിലേറ്റഡ് പേഷ്യൻസിനെയാണ് നമ്മൾ ഈ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഇന്റൻസീവ് കെയർ, ഇന്റൻസീവ് മോണിറ്ററിങ് നൽകേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ ഇൻവാസീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻവാസീവ് മുറിവ്, നമ്മൾ മുറിവ് ഉണ്ടാക്കിയിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്കിൽ എന്ത് ചെയ്യും? ചെറുതായിട്ടൊരു മുറിവിട്ടിട്ട് ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് ലെൻസിലേക്ക് എയറിന്റെ എത്തിച്ചു കൊടുക്കും. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മുടെ ടൈപ്പ് സിയിൽ പറഞ്ഞത് ഒരു ബേസിക് ആയിട്ടുള്ള മോണിറ്ററിംഗ് ആണ് നൽകുന്നത്. ഇനി ഇവിടെ പറയുന്നത് ടൈപ്പ് ടി എന്ന് പറയുന്നത് ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അല്ലെ ഈ ആംബുലൻസിൽ. അപ്പൊ അവർക്ക് ഇന്റൻസീവ് മോണിറ്ററിംഗ് ആണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നോൺ ഇൻവാസീവ് എയർവേ മാനേജ്മെന്റ് പ്രൊസീജിയർ ആണ് ഇവിടെ നൽകുന്നത്. എന്താണ്? ഒരു ചെറിയൊരു മുറിവിട്ട് അതിലൂടെ ട്യൂബ് കടത്തിവിട്ട് ലെൻസിലേക്ക് എയർ എത്തിക്കുന്നു. ക്ലിയർ ആയില്ലേ? രണ്ടിന്റെ ഡിഫറൻസ് മനസ്സിലായോ? ടൈപ്പ് സി ആൻഡ് ടൈപ്പ് ഡി ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ. ഇറ്റ് ഈസ് equipped with the advanced life support machine such as defibrillators. ഇനി അവിടെയുള്ള അതിനകത്തുള്ള മെഷീൻസിന്റെ കാര്യമാണ് പറയുന്നത് അല്ലെ. ലൈഫ് സപ്പോർട്ട് മെഷീൻസ് ഉണ്ടല്ലേ. എന്തൊക്കെയാണ്? defibrillators, a machine used to resume the heart. നിങ്ങള് രാജാറാണി ഫിലിം കണ്ടിട്ടുണ്ടോ? അതിലെ നസ്രിയക്ക് ആക്സിഡന്റ് സംഭവിക്കുമ്പോ ഒരു മിഷ്യൻ വെച്ചിട്ട് ഹാർട്ടിന്റെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രസ് ചെയ്യോ അല്ലെ. ഇല്ലേ? ആ മിഷ്യനെ പറയുന്ന ആ മിഷ്യന്റെ പേരാണ് ഡീഫൈബ്രിലേറ്റർ. പ്രസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഹാർട്ട് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റീസ്യൂം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡീഫൈബ്രിലേറ്റർ കേട്ടോ. ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കണം. അതുപോലെ ECG മിഷ്യൻ അല്ലെ. എന്ത് ചെയ്യുന്നത്? ECG മിഷ്യൻ എന്താണ്? യൂസ്ഡ് ടു കീപ് എ ചെക്ക് ദ ഹാർട്ട് റേറ്റ് ഓഫ് ദ പേഷ്യന്റ്. ഓക്കെ, പേഴ്സന്റെ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. വെന്റിലേറ്റേഴ്സ് അറിയാലോ, ഓക്സിജൻ സിലിണ്ടേഴ്സ്, പൾസ് ഓക്സിമീറ്റർ. എന്താണ് പൾസ് ഓക്സിമീറ്റർ? പൾസ് ചെക്ക് ചെയ്യാനായിട്ട് അല്ലെ. യൂസ്ഡ് ടു ചെക്ക് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. ബ്ലഡിൽ എത്ര ഓക്സിജന്റെ അളവ് നോക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, പൾസ് ഓക്സിമീറ്റർ യൂസ്ഡ് ടു ചെക്ക് ഫോർ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. ഓക്കെ, അതും കുട്ടികൾ മാർക്ക് ചെയ്തേ. എല്ലാ മെഷീൻസ് ഒന്ന് നോക്കാട്ടോ. ഡീഫൈബ്രിലേറ്റേഴ്സ് ചോദിക്കാറുണ്ട്. പൾസ് ഓക്സിമീറ്ററും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാം. അതുപോലെ ECG മിഷ്യൻ ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം, ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാനായിട്ട്. അതുപോലെ റെസിസ്റ്റേഷൻ കിറ്റ്, ഫസ്റ്റ് എയ്ഡ് കിറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ. ആക്സിഡന്റ് ഒക്കെ നമ്മള് നടക്കുമ്പോ ആ പേഷ്യൻസിനെ നമ്മള് ആംബുലൻസിനുള്ളിൽ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമ്പോ അതിന്റെ ആ കിറ്റ് ഓക്കെ
അതിന്റെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന കിറ്റുകളെ പറയുന്നതാണ് റെസിസ്റ്റേഷൻ കിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ സക്ഷൻ മിഷ്യൻ അതെന്തായിരിക്കും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? സക്ഷൻ മിഷ്യൻ എന്ന് പറഞ്ഞാല് സലൈവ, അതുപോലെ മ്യൂക്കസ്, അതുപോലെ എന്താ ബ്ലഡ്, ഇതൊക്കെ വലിച്ചെടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യില്ലേ ഇല്ലേ? ആ മിഷനെയാണ് നമ്മള് സക്ഷൻ മിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ലിക്വിഡ്സ് വലിച്ചെടുക്കുന്നത്. ഓക്കെ, നെബുലൈസർ അറിയാലോ, ആൻഡ് BP അപ്പാരറ്റസ്. ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും എക്യുപ്മെന്റ്സ് ആണ് നമ്മുടെ ടൈപ്പ് ഡി ആംബുലൻസിൽ ഉണ്ടാകുന്നത് കേട്ടോ. ടൈപ്പ് ഡി ആംബുലൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് കാർഡിയാക് കെയർ ആംബുലൻസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ പേഷ്യൻസിന് കൊടുക്കുന്നത് ഇന്റൻസീവ് മോണിറ്ററിങ്ങും ഇൻവാസീവ് എയർവേ മാനേജ്മെന്റുമാണ് കേട്ടോ. ഓക്കെ, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഹോൾ ഇട്ട് കൊടുത്തുകൊണ്ട് അതിലൂടെ ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് ലങ്സിലേക്ക് എയർ പാസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ആ ആംബുലൻസിൽ ഉണ്ടാകുന്ന മെഷീൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഡിഫൈബ്രിലേറ്റേഴ്സ്, ECG മെഷീൻ, വെന്റിലേറ്റേഴ്സ്, ഓക്സിജൻ സിലിണ്ടേഴ്സ്, പൾസ് ഓക്സിമീറ്റർ, റെസിസ്റ്റേഷൻ കിറ്റ്, സക്ഷൻ മെഷീൻ, നെബുലൈസർ ആൻഡ് BP അപ്പാരറ്റസ്. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ. ടൈപ്പ് സി ആൻഡ് ടൈപ്പ് ഡി. റെസിസ്റ്റേഷൻ കിറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ആണ് ട്ടോ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് എയ്ഡ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം ട്ടോ. നെക്സ്റ്റ് ആണ് എക്യുപ്മെന്റ്സ്. Beside the equipment strictly used for the treatment of patient, ambulances should be fitted with a range of extra equipments which are used in order to ease patient care. This includes. അപ്പൊ നമ്മൾ പറഞ്ഞു കുറച്ച് എന്താണ് എക്യുപ്മെന്റ്സിന്റെ കാര്യം അല്ലെ. പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടുള്ള എക്യുപ്മെന്റ്സുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി അതിനുശേഷം ആംബുലൻസിൽ കുറച്ച് എക്സ്ട്രാ എക്യുപ്മെന്റ്സുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത പോർഷനിൽ പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. എക്സ്ട്രാ എക്യുപ്മെന്റ്സിനെ കുറിച്ചാണ് ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് ടു-വേ റേഡിയോ. ഫസ്റ്റ് എക്യുപ്മെന്റ് ആണ് ടു-വേ റേഡിയോ. This one is the most important piece of equipment in the present day emergency medical service, since it allows for the issuing of job to the ambulance and can permit the crew to pass information back to control or to the hospital. അപ്പൊ എന്താണ് പറയുന്നത് ഇവിടെ? ടു-വേ റേഡിയോ. നമ്മൾ എക്സ്ട്രാ എക്യുപ്മെന്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്.
ഇതിലെ ഫസ്റ്റ് വൺ ആണ് ടു വേ റേഡിയോ എന്ന് പറഞ്ഞാൽ. ടു വേ റേഡിയോ എന്ന് പറഞ്ഞാൽ ഒരു എക്യുപ്മെന്റ് ആണ് ആംബുലൻസിൽ യൂസ് ചെയ്യുന്നത്. ഒരു പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന സമയത്ത് എന്തുണ്ടാവും, ആ ആംബുലൻസിലെ ഡ്രൈവറും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളും തമ്മില് കമ്മ്യൂണിക്കേഷൻ, അവരുടെ ഡ്രൈവറും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളും തമ്മില് അവരുടെ കമ്മ്യൂണിക്കേഷൻ സുഗമമാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ടു വേ റേഡിയോ. ക്ലിയർ ആയോ? ആംബുലൻസിലെ ഡ്രൈവറും അതുപോലെ തന്നെ ഹോസ്പിറ്റലില് ഒരു ക്രൂ ഉണ്ടാവും, സ്റ്റാഫുകൾ ഉണ്ടാവും. അവരും തമ്മില് അവരുടെ കമ്മ്യൂണിക്കേഷൻ, ഡ്രൈവറും സ്റ്റാഫുകളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സുഗമമാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ് ടു വേ റേഡിയോ. ഇനി എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്? മൗത്ത് ടു മൗത്ത് ആണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, മനസ്സിലായോ? ടു വേ റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആംബുലൻസിലെ ഡ്രൈവറും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ ക്രൂ മെമ്പേഴ്സും തമ്മില് കാണാൻ പറ്റില്ല മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ ചെയ്യുന്നത്. ഇപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ആംബുലൻസ് ഡ്രൈവർ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അവിടെ എത്തി ഹോസ്പിറ്റലിലേക്ക് രോഗി എടുത്തുകൊണ്ട് വരുമ്പോ അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ആംബുലൻസ് ഡ്രൈവർക്ക് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ്. ആംബുലൻസ് ഡ്രൈവർ എന്ത് പറയും? ഞങ്ങൾ അവിടെ എത്താറായിട്ടുണ്ട്, 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തും. അപ്പൊ നിങ്ങള് എല്ലാ കാര്യങ്ങളും, ആരോഗ്യക്ക് വേണ്ട സ്ട്രക്ചർ, അതുപോലെ മെഷീൻസ്, അല്ലെ, എല്ലാ കാര്യങ്ങളും, ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും നിങ്ങൾ തയ്യാറായിട്ട് നിന്നുള്ളൂ, ഇപ്പൊ ഞങ്ങൾ എത്തുന്നതാണ്. അപ്പൊ അങ്ങനെ പറയാനായിട്ട്, അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ആണ് ഇത് ടു വേ റേഡിയോ. മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്. എക്സാമ്പിൾ നോക്കിയേ. For example, the priority message to warn the hospital of the imminent. Imminent എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ എത്തുന്നു എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. ഉടൻ എത്താൻ പോവുകയാണ്. Arrival of the critical patient. Critical patientനെ കൊണ്ട് ഞാൻ എന്താണ് ഹോസ്പിറ്റലിലോട്ട് എത്തും എന്നുള്ള മെസ്സേജ് കൊടുക്കുന്നതിനെയാണ് അങ്ങനെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ടു വേ റേഡിയോ. ക്ലിയർ ആയോ? മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ പാസ് ചെയ്യുന്നത് കേട്ടോ. കാണാൻ പറ്റില്ല, ആ മെസ്സേജ് മാത്രം ആംബുലൻസ് ഡ്രൈവർക്കും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലും സ്റ്റാഫുകളും തമ്മിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ് ടു വേ റേഡിയോ. മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ പാസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആണ് മൊബൈൽ ഡാറ്റ ടെർമിനൽ. Some ambulances are equipped with the mobile data terminal, MDTS. എക്സ്പാൻഡ് MDTS എന്ന് ചോദിക്കാം. എന്താണ്? മൊബൈൽ ഡാറ്റ ടെർമിനൽസ്. Some ambulances are equipped with the mobile data terminals, MDTS, which are linked without wire to the central computer, usually at the central control center. അപ്പോ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ കുറച്ച് സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ, ഒരു കമ്പ്യൂട്ടർ, ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടാവും ഹോസ്പിറ്റലുകളിൽ കേട്ടോ. അവിടെ എന്താണ് വയർലെസ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ആംബുലൻസിൽ എന്തുണ്ടാവും? ഇതുണ്ടാവും. എന്താണ്? മൊബൈൽ ഡാറ്റ ടെർമിനൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ അവിടെ യൂസ് ചെയ്യുന്നത് ഈ നമ്മുടെ ടു വേ റേഡിയോ പോലെ തന്നെയുള്ള മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത് കേട്ടോ. മനസ്സിലായോ? അപ്പൊ ആംബുലൻസിൽ ഉണ്ടാകുന്ന എക്യുപ്മെന്റ് എന്ന് പറയുന്നത് മൊബൈൽ ഡാറ്റ ടെർമിനൽ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ വയർലെസ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ, സെൻട്രൽ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവും, അത് വയർലെസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ ആണ്. നെക്സ്റ്റ് സെന്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ.
These terminals can function in the place of two-way radio. Two-way radio പോലെ തന്നെയുള്ള function ആണ് ഇതിലും നടക്കുന്നത്. And can be used to pass details of workers to the crew. അവരുടെ crew workers അല്ലെ സ്റ്റാഫിന്റെ വർക്കേഴ്സ് ഡീറ്റെയിൽസ് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ and can log the time the crew was mobile to a patient. ആ പേഷ്യൻസിനെ ഇപ്പൊ ആംബുലൻസ് പേഷ്യന്റിനെ അടുത്തെത്തി ആ പേഷ്യൻസിനെ എത്തുന്ന സമയം അതുപോലെ തന്നെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന സമയം arrived and left the scene or fulfill any other computer based function. അപ്പൊ മൊബൈൽ ഡാറ്റ ടെർമിനൽ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ടൂ-വേ റേഡിയോ പോലെ തന്നെയുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. ഇവിടെ എന്താ നടക്കുന്നത്? ഈ മൊബൈൽ ഡാറ്റ ടെർമിനല് നമ്മുടെ ആംബുലൻസിന്റെ ഉള്ളിൽ ഉണ്ടാവും. അതൊരു എക്യുപ്മെന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലില് സെൻട്രൽ കമ്പ്യൂട്ടർ വയർലെസ് ആയിട്ടുള്ള സെൻട്രൽ കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടാവും. അവിടെ നിന്ന് അവിടുത്തെ സ്റ്റാഫിനും അതുപോലെ തന്നെ നമ്മുടെ ആംബുലൻസിലാണെങ്കിൽ ഈ മൊബൈൽ ഡാറ്റ ടെർമിനൽ വഴി ആംബുലൻസ് ഡ്രൈവർക്കും കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇത് നടക്കുന്നത് മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് കേട്ടോ. ടൂ-വേ റേഡിയോയുടെ പ്രോസസ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇപ്പോ രോഗി ക്രിട്ടിക്കലായിട്ട് ആക്സിഡന്റ് പറ്റി ഇപ്പോ കിടക്കുകയാണെങ്കിൽ ആംബുലൻസ് ആ രോഗിയുടെ അടുത്തെത്തുന്ന ടൈം, അതുപോലെ അവനെ എടുത്ത് കൊണ്ടുവരുന്ന ടൈം, അതുപോലെ തന്നെ എന്താണ് ഈ വർക്കേഴ്സ് ഉണ്ടാവുമല്ലോ, വർക്കേഴ്സിന്റെ വർക്ക് ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽസ് പാസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങള് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് മൊബൈൽ ഡാറ്റ ടെർമിനൽ, MTMDTS. ഓക്കെ, ക്ലിയർ ആയോ? അതുപോലെ തന്നെ സമയത്തിന്റെ വിശദാംശങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയിട്ടും മൊബൈൽ ഡാറ്റ ടെർമിനൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോക്കിക്കോളൂ. Can log the time the crew was mobile to the patients. ഓക്കെ, സമയത്തിന്റെ വിശദാംശങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പേഷ്യൻസിന്റെ അടുത്തെത്തുന്നത്, അതുപോലെ തന്നെ പേഷ്യൻസിനെ ആംബുലൻസിനുള്ളിലോട്ട് കയറ്റുന്ന ടൈം, അവിടെ നിന്ന് തിരിക്കുന്ന ടൈം, ഹോസ്പിറ്റലിൽ എത്തുന്ന ടൈം, ഇതൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് മൊബൈൽ ഡാറ്റ ടെർമിനൽ. സമയത്തിന്റെ വിശദാംശങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ടൂ-വേ റേഡിയോയും അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റ ടെർമിനലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. മൊബൈൽ ഡാറ്റ ടെർമിനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂ-വേ റേഡിയോ പോലെ തന്നെയാണ്. വയർലെസ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഹോസ്പിറ്റലിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ആംബുലൻസിനുള്ളിലെ ഡ്രൈവർ, അവിടെ ആയിരിക്കും എന്തുണ്ടാവുന്നത്? ഈ മൊബൈൽ ഡാറ്റ ടെർമിനൽ. ഇവര് തമ്മില് ആംബുലൻസ് ബേസ് ഡ്രൈവറും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ ക്രൂ മെമ്പേഴ്സും തമ്മില് എന്താണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ് മൊബൈൽ ഡാറ്റ ടെർമിനൽ. അതുപോലെ തന്നെ സമയത്തിന്റെ വിശദാംശങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അതുപോലെ രോഗിയുടെ അടുത്തെത്തുന്ന ടൈം, രോഗിയെ എടുത്ത് തിരിച്ചു കൊണ്ടുവരുന്ന ടൈം, ഇതൊക്കെ കൈമാറുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ആ ടൈമൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നമ്മള് മൊബൈൽ ഡാറ്റ ടെർമിനൽ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ.
ക്ലിയർ ആയോ? രണ്ട് കാര്യങ്ങളും. ഓക്കെ, നെക്സ്റ്റ് ആണ് എവിഡൻസ് ഗ്യാതറിംഗ് CCTV. CCTV നമുക്കറിയാം അല്ലെ, എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? CCTV എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ വീട്ടിലൊക്കെ വിഷ്വൽസിന് വേണ്ടിയിട്ട്. ഓക്കെ, വിഷ്വല് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കാണാറുണ്ട് അല്ലെ, മറ്റേ ഹൈപ്പർ മാർക്കറ്റില്, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റില്, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നമ്മളവിടെ കാണാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ വിഷ്വൽസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് CCTV. Some ambulance are now being equipped with the video cameras which are used to record activity either inside or outside the vehicle. അപ്പൊ എന്താണ്, ആംബുലൻസിന്റെ അകത്തും പുറത്തും എന്തുണ്ടാവും? CCTV ഉണ്ടാവും. ഇതിനു വേണ്ടിയിട്ടാണ് നോക്കിയേ. They may also a titled with the sound recording facility. അപ്പൊ ഈ ഇങ്ങനെ ആംബുലൻസിലുള്ള CCTVക്ക് എന്തുണ്ടാവും? എന്തുണ്ടാവാം? സൗണ്ട് റെക്കോർഡിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. These can be used as a protective measure from the violence against the ambulance crew, or in some cases to manifest the or refute cases where a member of the crew stands as accused of wrongdoings. ഓക്കെ, എന്താ പറയുന്നത്? നമ്മളിപ്പോ വല്ല കുറ്റവാളികളെയൊക്കെ നമ്മൾ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോ അവര് ചിലപ്പോ ആംബുലൻസ് ഡ്രൈവറെയൊക്കെ ഉപദ്രവിച്ചിട്ട് പോകുന്നത് കാണാറുണ്ടല്ലേ. സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെ കടന്നു കളയാൻ വേണ്ടിയിട്ട് അവര് ഡ്രൈവേഴ്സിനൊക്കെ ചിലപ്പോ തലക്കടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കേൽപ്പിച്ചിട്ടൊക്കെ പോവാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ തിരിച്ചു ചിലപ്പോ എന്താണ്, രോഗികളെ ഉപദ്രവിക്കാം ആംബുലൻസ് ഡ്രൈവേഴ്സ് അല്ലെ. അപ്പൊ അങ്ങനെ എവിഡൻസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആംബുലൻസിന്റെ ഉള്ളില് CCTV വെക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ കുറ്റവാളികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അവരെങ്ങനെയാണ് കടന്നു കളഞ്ഞത് എന്നറിയാൻ പറ്റും. അതുപോലെ തന്നെ ചിലപ്പോ ചില ആളുകള് ഇങ്ങനെ പോലീസ് കേസൊക്കെ കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ ആംബുലൻസ് ഡ്രൈവർ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ ഉപദ്രവിച്ചു, ഞങ്ങൾക്കെതിരെ ഇങ്ങനെ അങ്ങനെ കാര്യങ്ങൾ പോലീസ് കേസൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ CCTV വിഷ്വൽസ് നോക്കിയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആരാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള CCTVകള് ആംബുലൻസിന്റെ അകത്തും പുറത്തുമായിട്ട് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അക്യൂസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്താണ്, കുറ്റപ്പെടുത്തുക. ചില ആളുകള്, രോഗികളൊക്കെ, പേഷ്യൻസ് ഒക്കെ ഈ ഞങ്ങളെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോ പോലീസ് കേസൊക്കെ കൊടുക്കാം അല്ലെ, അല്ലെങ്കിൽ കുറ്റപ്പെടുത്താം. അപ്പൊ അതൊക്കെ അതിൽ നിന്നുള്ള എവിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആരാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്, ആരാണ് കുറ്റം ചെയ്തിരിക്കുന്നത് എന്നുള്ള ആ എവിഡൻസ് കിട്ടാനായിട്ട് നമുക്ക് എങ്ങനെ സഹായിക്കുന്നുണ്ട്? CCTV വഴി നമ്മളെ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പോ ആംബുലൻസിന്റെ അകത്തും പുറത്തും CCTV ഉണ്ടാവും, സൗണ്ട് റെക്കോർഡിംഗ് ഫെസിലിറ്റീസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് മെഷർ ആണ് അല്ലെ. എന്താണ്, ആംബുലൻസ് ഡ്രൈവേഴ്സിനായാലും ഇങ്ങനെ അവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും അവർക്കെതിരെ ഈ ആംബുലൻസ് ഡ്രൈവേഴ്സിനെതിരെ എന്തെങ്കിലും കുറ്റപ്പെടുത്തലുകളോ പോലീസ് കേസുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് CCTV എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ആണ് ടെയിൽ ലിഫ്റ്റ് or ramp. Ambulances can be equipped with a tail lift or ramp in order to facilitate loading a patient without having to take up any lifting. This is particularly important where the patient is obese or specialty care transport that needed large huge equipment such as a neonatal incubator or hospital beds. There may also be equipment connected with this such a pinters എന്ന് പറഞ്ഞാൽ
പടി ട്ടോ, പടി, which are formed to pull weighty patients into the vehicle. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പാരിയാട്രിക് ആംബുലൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഓവർ വെയിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസ്, അതുപോലെ തന്നെ ഈ നിയോനാറ്റിൽ നമ്മൾ ഇപ്പോ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഇൻക്യുബേറ്ററിൽ കിടത്താറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ചിലപ്പോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ എക്യുപ്മെന്റ്സുകൾ അല്ലെങ്കിൽ കിടന്ന കിടപ്പോട് കൂടി കിടക്കുന്ന പേഷ്യൻസിനെ ബെഡോട് കൂടിയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ, ഇല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോ അവരുടെ ബെഡ് അതുപോലെ തന്നെ വെന്റിലേറ്ററിലാണെങ്കിൽ ആ എക്യുപ്മെന്റോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആംബുലൻസിൽ കയറ്റി നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നടത്തണം. ഓക്കെ, അപ്പൊ അങ്ങനെ നടത്തുമ്പോ അവിടുത്തെ സ്റ്റാഫിന് ഇപ്പോ എന്താണ് പൊണ്ണത്തടിയുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എടുത്ത് കിടത്താൻ, അവിടുത്തെ സ്റ്റാഫിനെ എടുത്ത് കിടത്താനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്താൽ മതി, നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, ഇങ്ങനെയുള്ള ഇതിൽ കിടത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ഈ ബിഞ്ചിൽ പടിയിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ ആംബുലൻസിന്റെ ഉള്ളിലോട്ട് അങ്ങനെ പൊക്കോളും. ഓക്കെ, എടുത്ത് കിടത്തുകയോ അല്ലെങ്കിൽ തിരിക്കുകയോ ഒന്നും ആവശ്യമില്ല. സ്റ്റാഫിന് വെറുതെ ഒന്ന് ഇതില് ഒന്ന് കിടത്തി കൊടുത്തിട്ട് ആ ബിഞ്ചസിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആംബുലൻസിന്റെ ഉള്ളിലോട്ട് കടന്നു പൊക്കോളും. ക്ലിയർ ആയോ? അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതായിരുന്നു. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് ട്രോമ ലൈറ്റിംഗ്. Besides to normal working lighting, ambulance can be fitted with a special lighting, often blue or red, which is used when the patient became photosensitive. അപ്പോൾ ഫോട്ടോസെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെ, ഫോട്ടോസെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ട്രോമ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ചില ആളുകൾക്ക് ചില ലൈറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ ആംബുലൻസിന്റെ ഉള്ളില് ബ്ലൂവോ റെഡോ രീതിയിൽ അങ്ങനെയുള്ള ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ടുണ്ടാവും. അതാണ് ട്രോമ ലൈറ്റിംഗ്. അപ്പൊ ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള ലൈറ്റ് പറ്റാത്ത ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആംബുലൻസിന്റെ ഉള്ളില് ബ്ലൂവോ റെഡ് കളറോ ആയിട്ടുള്ള സ്പെഷ്യൽ ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ട്രോമ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നോക്കിയേ, എയർ കണ്ടീഷനിങ്, AC അല്ലെ. AC നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും അല്ലെ, AC. എന്തിനു വേണ്ടിയിട്ടാണ് AC യൂസ് ചെയ്യുന്നത്? ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് AC? തണുപ്പിന് വേണ്ടിയിട്ട് അല്ലെ. ഇപ്പൊ ചൂടുകാലമാണ് അല്ലെ, എല്ലാവർക്കും തണുപ്പ് കിട്ടാനായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാനൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലെ, കൂളിങ്ങിന് വേണ്ടിയിട്ട്. നോക്കാം കേട്ടോ, ആംബുലൻസിൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. Ambulances are actually equipped with a separate air conditioning system to the working area from that which serves a cab. This helps to keep a suitable temperature for any patients being treated, but may also have an extra feature such as filtering against the airborne pathogens. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ പേഷ്യൻസിന് കിട്ടുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ടാണ് ഈ AC ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തു നിന്നുള്ള പാത്തോജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാത്തോജൻസ് രോഗികളെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുമ്പോൾ പുറത്തു നിന്ന് പലതരത്തിലുള്ള അണുക്കൾ അല്ലെ, പലതരത്തിലുള്ള അണുക്കള് അകത്തേക്ക് കടക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്, അകത്തേക്ക് കടക്കാതിരിക്കാനായിട്ട് AC സഹായിക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. സൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ കിട്ടുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ പുറത്തു നിന്ന് അണുക്കള് അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ക്ലിയർ ആയോ? Last point ആണ് data records. These are often set in ambulances to
record data such as speed, braking power, and time, activation of active energy warnings such as lights, sirens, and seat belt usage. അപ്പോ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഡാറ്റകൾ അല്ലെ? ആംബുലൻസിന്റെ സ്പീഡ്, ബ്രേക്കിംഗ് പവർ, ടൈം, അതുപോലെ തന്നെ ഈ ലൈറ്റിങ്, സൈറൻസ്, സീറ്റ് ബെൽറ്റ് യൂസേജ് ഒക്കെ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡാറ്റ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദീസ് ആർ ഓഫ്റ്റൻ യൂസ്ഡ് ടു ഇന്റഗ്രേറ്റ് വിത്ത് GPS യൂണിറ്റ് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് GPS ഉപയോഗിക്കുന്നത്? ട്രാഫിക് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ നിങ്ങൾ GPS? ട്രാക്കിങ്ങിന് വേണ്ടിയിട്ട് അല്ലെ? ഏത് ലൊക്കേഷനിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇല്ലേ? ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് GPS. അപ്പൊ അങ്ങനെയുള്ള GPS ലൊക്കേഷൻ, അതുപോലെ സീറ്റ് ബെൽറ്റ് യൂസേജ്, സൈറൻസ്, ലൈറ്റിങ്ങിന്റെ കാര്യങ്ങള്, അതുപോലെ തന്നെ ടൈം, ബ്രേക്കിംഗ് പവർ ആൻഡ് ഡ്രൈവറുടെ സ്പീഡ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇത് ഡാറ്റ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സ്പീഡ്, അതുപോലെ ബ്രേക്കിംഗ് പവർ, ടൈം ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ഡാറ്റ റെക്കോർഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എക്യുപ്മെന്റ്സിൽ, എക്സ്ട്രാ എക്യുപ്മെന്റ്സിൽ വരുന്ന കാര്യങ്ങൾ കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇത്രയും എടുക്കുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് വായിക്കാൻ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ചെയിൻ ലിസ്റ്റ് ഒന്നും കൂടി പറഞ്ഞു കൊടുക്കോ ആരെങ്കിലും? നാലാമത്തേതോ? നാലാമത്തേത് ഏതാ? നാലാമത്തെ കാര്യം അറിയാവുന്ന ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞു കൊടുത്തേ. അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ മിസ്. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കേട്ട ആരെങ്കിലും, മനസ്സിലായ ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തേ അവർക്ക് എന്താണെന്നുള്ളത്. ഹലോ, ശരണ്യ പറഞ്ഞോളൂ. നമ്മള് കിടന്ന കിടപ്പില് ഇപ്പൊ ICUല്, അതുപോലെ തന്നെ ഇപ്പൊ കിടന്ന കിടപ്പില് ഉള്ള രോഗികള്, അവർക്ക് ഇപ്പൊ എക്യുപ്മെന്റ്സ് ഉണ്ടാവും. അവര് ബ്രീത്തിങ് ട്യൂബ് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ എക്യുപ്മെന്റ്സ് എല്ലാം അവരെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അതെല്ലാം ആവശ്യമാണ്. അങ്ങനെയുള്ള എക്യുപ്മെന്റ്സോട് കൂടിയിട്ട് തന്നെ പേഷ്യൻസിനെ ആംബുലൻസിലേക്ക് കയറ്റുന്നതാണ് ഈ മെത്തേഡ് എന്ന് പറയുന്നത്. അതില് വിഞ്ചസില് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ നല്ല തടിയുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ്, ചില പേഷ്യൻസിന് നമ്മൾ എടുത്ത് കിടത്താനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ അതില് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പേഷ്യന്റിന്റെ ആംബുലൻസിലേക്ക് കയറ്റാൻ പറ്റുന്നു. അപ്പൊ അങ്ങനെയുള്ള സൗകര്യമുള്ള ഇതിനെയാണ് ടെയിൽ ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. കണ്ടോ ഇവിടെ നിങ്ങൾ കണ്ടോ ആംബുലൻസിന്റെ പിക്ചർ കണ്ടോ? ഇവിടെ നോക്കിയേ, ഇതാണ് ഇവിടെ വിഞ്ചസ് കേട്ടോ, പടി അല്ലെങ്കിൽ വിഞ്ചസ് എന്ന് പറയുന്നത്. ഇവിടെ കിടത്തി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഈ പടിയിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് നേരെ പേഷ്യൻസിനെ കിടത്താൻ പറ്റും. ഓക്കെ, അപ്പൊ അധികം ബുദ്ധിമുട്ടുകളൊന്നും സ്റ്റാഫുകള് ബുദ്ധിമുട്ടേണ്ടി വരുന്നില്ല. ജസ്റ്റ് ഒന്ന് ഈ വിഞ്ചസിൽ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അങ്ങനെ തന്നെ ഉള്ളിലോട്ട് അവര് പൊക്കോളും. ഓക്കെ, ജസ്റ്റ് ഒന്ന് പൊക്കോളും. ക്ലിയർ ആയോ? മനസ്സിലാവാത്തവർക്ക് ഓക്കെ ആണോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഡൗട്ട് ഇല്ലാന്ന് വിശ്വസിച്ചോട്ടെ മിസ്റ്റർ. ഓക്കെ ആണല്ലേ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നന്നായിട്ട് ഇത്രയും ഭാഗങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ട് വരാം കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇനി ടൈമില്ല, വെച്ചുകൊണ്ടിരിക്കാനായിട്ട് ടൈമില്ല. ഓരോ കാര്യങ്ങളും അന്നൊന്നും തന്നെ എടുക്കുന്നത് ജസ്റ്റ് വായിച്ചെങ്കിലും പോവാട്ടോ. എന്താണ് അഫ്ലക്ക് എന്താണ് ഡൗട്ട്? പറഞ്ഞോളൂ. ടൈപ്പ് പറഞ്ഞപ്പോ ഡയാലിസിസ് എക്സാമ്പിള് ടൈപ്പ് ബിക്ക് ഡയാലിസിസ് പറഞ്ഞില്ലേ? അതിന് എക്സാമ്പിള് ഡയാലിസിസ് ആന്ന് പറഞ്ഞില്ലേ?
ടൈപ്പ് ബി പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിള്. അപ്പൊ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് പഠിച്ച സമയത്ത് ഡയാലിസിസ് പറഞ്ഞ സമയത്ത് വാനും ബസ്സും അതിന്റെ എക്സാമ്പിളാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ വാനും ബസ്സും പറഞ്ഞ സമയത്ത് മിസ് പറഞ്ഞില്ലേ ഡയാലിസിസ് ആണ് ഇതിന് ചെയ്യണ എക്സാമ്പിൾ എന്ന്. അപ്പൊ ഈ ടൈപ്പ് ബി പറയുമ്പോ അതില് വാനും ബസ്സും ഇല്ലേ? ഏത് ആംബുലൻസ് വേണമെങ്കിലും യൂസ്, പക്ഷേ ഡയാലിസിസ് പേഷ്യൻസ് ഞാൻ ടൈപ്പ് ബി എന്ന് പറഞ്ഞത് ഇതാണ്. ഓക്കെ, റോഡ് ഗോയിങ് ആംബുലൻസ് എന്ന് പറഞ്ഞാല് ഏത് ടൈപ്പോ എമർജൻസി ആംബുലൻസിൽ ഏത് ടൈപ്പും സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഏത് ആംബുലൻസും വരാം. ഇപ്പൊ നമ്മളെ കാറുണ്ട് വീട്ടില്, അപ്പൊ ഒരു അച്ഛനോ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ നമ്മള് കാറിലല്ലേ കൊണ്ടുപോകുന്നത് അല്ലേ? അതുപോലെ തന്നെ ചിലപ്പോൾ ഓട്ടോ വിളിച്ച്, കാറില്ലാത്ത ഒരു ഓട്ടോ വിളിച്ച് കൊണ്ടുപോകും. ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏത് വാഹനവും നമുക്ക് എന്താണ് ആംബുലൻസ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ മിസ്, ഓക്കെ. ആ ഡയാലിസിസ് ചെയ്യുന്നതിന്റെ എക്സാമ്പിൾ ആണല്ലേ പറഞ്ഞേ? ഇതാണ്. മനസ്സിലായോ? ക്ലിയർ ആയോ ഡൗട്ട് പറഞ്ഞത്? ഓക്കെ, താങ്ക് യു. താങ്ക് യു.